നല്ല സൂപ്പർ രുചിയിലുള്ള മോരുകറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കായും ഒരു കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും തൊലിയെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കണം. ചേന ഇതുപോലെ ഇങ്ങനെ തൊലിയെല്ലാം മുറിച്ച് കളഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ കായ മുറിച്ചെടുക്കുക. കായിൻ്റെ തൊലി കളയാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ തൊലിയും കളഞ്ഞെടുക്കാം. അതിന് ശേഷം ഇതിങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ച് എടുക്കണം. തൊലിയെല്ലാം കളഞ്ഞിട്ട് അതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കണം. ചേന ഇതുപോലെ ഇങ്ങനെ ഇത്രയും വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിക്കണം. കായും അതുപോലെ തന്നെ നമ്മൾ ശർക്കര വരട്ടിക്കെല്ലാം മുറിക്കുന്ന പോലെ അതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുക. അതിന് ശേഷം ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 5-6 പച്ചമുളക് കീറിയത് അതും ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കുക. എന്തോരം തവണയാണോ വേകുന്നത് അത്രയും വിസിലിൽ നിങ്ങൾ വേവിച്ചെടുക്കുക. അപ്പോൾ അരപ്പ് തയ്യാറാക്കാം. തേങ്ങ 1 കപ്പ് തേങ്ങ ചിരുമിയത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നല്ല പേസ്റ്റ് പോലെ വെള്ളം ഒഴിച്ച് തേങ്ങ ചിരകിയ പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തേക്കുന്നത്. അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കുക്കറിലേക്ക് കായ ചേന പച്ചമുളക് എല്ലാം ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ തേങ്ങാരപ്പ് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാരപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഒന്ന് മിക്സിയിലടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് 1 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് കടുക് വറുക്കുക. വെളിച്ചെണ്ണയിൽ കടുക് വറുക്കണം. വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിട്ട് ചൂടാകുമ്പം കടുകിടുക. കടുകും മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ശരിക്കും മൂത്ത് കഴിയുമ്പം അതിലേക്കും 1 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയൊരു 3-4 നുള്ള് അത് മൂത്ത് കഴിയുമ്പം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോര് കറിയാണ്. ചോറിനെല്ലാം കൂട്ടാൻ പറ്റി, ചോറിനും കഞ്ഞിക്കായാലും കൂട്ടാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു മോര് കറിയാണ് തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഈ മോര് കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പികൾക്കായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.